എൻ്റെ പ്രണയം ഭാഗം 101. എൻ്റെ ശത്രുക്കൾക്ക് മുന്നിൽ അവളാണ് എൻ്റെ മകൾ. അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും അവളെ ആയിരിക്കും. എൻ്റെ മകൻ സേഫാണ് എപ്പോഴും. അമ്മേ അമ്മ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു വളർച്ച ഉണ്ടായിട്ടും അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാത്തത്? അതും ഒരു നല്ല കാര്യമല്ലേ അമ്മേ? ഇത്രയും ആളുകൾ ഓരോ രോഗങ്ങൾ കൊണ്ട് അവരുടെ അവയവങ്ങൾക്ക് ഡാമേജ് വന്ന് മരിക്കുന്നു. അപ്പോൾ അമ്മ ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ? പക്ഷേ അമ്മയുടെ കഴിവ് പ്രവർത്തിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവമായിട്ട് തന്നിരിക്കുന്ന ഒരു കഴിവാണ്. ഈ കഴിവ് എത്ര പേരുടെ ജീവൻ രക്ഷിക്കാൻ അമ്മയ്ക്ക് സാധിക്കും. എന്നിട്ടും അമ്മ എന്തിനാ അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നില്ല? അവൻ കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞു. മോനെ, അത് ഒരിക്കലും മനുഷ്യ ശരീരത്തിൽ വയ്ക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്ന അവയവങ്ങൾ മനുഷ്യ ശരീരത്തിൽ വെച്ചാൽ അവർക്ക് ഉടനെ മരണം സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് ഞാൻ വെച്ച അവയവങ്ങളുടെ പ്രശ്നമാണെന്ന് കണ്ടുപിടിച്ചാൽ ഈ ലോകത്തിന് മുന്നിൽ ഞാൻ കുറ്റക്കാരിയായി മാറും. ഇപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ള തെരച്ചിലാണ് ഞാൻ. അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ മാറി നിൽക്കുന്നത് പോലും അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ലോകത്തിന് മുന്നിൽ ഞാൻ ഒരു വലിയ കണ്ടുപിടുത്തം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു കണ്ടുപിടുത്തം. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് വശം എനിക്ക് മാത്രമേ അറിയൂ. അത് ലോകത്തിന് മുന്നിൽ തെളിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. ഇപ്പോൾ എനിക്ക് കോടികൾ വാഗ്ദാനം ചെയ്യുന്ന ഈ ആളുകൾ തന്നെ എനിക്ക് നേരെ തിരിയും. എന്നെ ഇപ്പോൾ കണ്ടുകിട്ടിയാൽ എന്നെ കൊത്തിക്കൊണ്ടുപോകാൻ ആളുകൾ നിൽക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? പല രാജ്യക്കാരും അവരുടെ രാജ്യത്തെ രക്ഷിക്കാനും ഇതൊരു ബിസിനസ്സാക്കി മാറ്റാനും ഒരുപാട് പേർ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഫലം നെഗറ്റീവാണെന്ന് അവർ തിരിച്ചറിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവർ എന്നെ തിരിച്ചു നോക്കില്ല. നിനക്കറിയാലോ, ഈ ഒരു പരീക്ഷണത്തിൽ ഞാൻ തോൽക്കുന്നത് നോക്കി ഒരുപാട് പേർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് എൻ്റെ തോൽവി ആഘോഷിക്കാൻ. അവരെല്ലാവരും ഇതറിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുറം ലോകത്തിന് മുന്നിൽ ഞാനിത് വിജയിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒളിഞ്ഞു നിൽക്കുന്നത് പോലും എൻ്റെ ഈ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കാനാണ്. ഇതിൻ്റെ നെഗറ്റീവ് എന്താണ്, എനിക്ക് സംഭവിച്ചിരിക്കുന്ന പിഴവ് എന്നെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അത് കണ്ടുപിടിച്ചതിന് ശേഷമേ ഞാൻ പുറം ലോകത്തേക്ക് വരൂ. ഇപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ എന്താ, വലിയൊരു പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിവുള്ള അവയവങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന മിത്ര അയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി മിസ്സിംഗ് ആണ്. അവരെ ആരാണ് കൊണ്ടുപോയത്, ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ചോദ്യങ്ങളല്ലേ ഇപ്പോൾ മിക്കപ്പോഴും വാർത്തകളിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഈ പരീക്ഷണം വിജയിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പുറം ലോകത്തേക്ക് വരൂ. അതുവരെ കാത്തിരുന്നേ പറ്റൂ. അത് കഴിഞ്ഞാൽ നീ പറഞ്ഞതുപോലെ അമ്മയുടെ ഈ പരീക്ഷണത്തിനെ, ഈ വിജയത്തെ ഉറപ്പായിട്ടും മുതലാക്കുക തന്നെ ചെയ്യും. എൻ്റെ കഷ്ടപ്പാടിന് എനിക്ക് അതിനൊരു മൂല്യം വേണ്ടേ? അതുകൊണ്ട് കുറച്ച് നാൾ കൂടി എൻ്റെ മകൻ കാത്തിരുന്നേ പറ്റൂ. അതുവരെ തൽക്കാലത്തേക്ക് മിത്ര അയ്യരെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെ കരുതിക്കോട്ടെ. അമ്മയ്ക്ക് അറിയാൻ പാടില്ലാണ്ടാ അമ്മയുടെ കേസ് അന്വേഷിക്കുന്നത് ആരാണെന്നറിയോ? ഞാൻ കേട്ടു, ഒരു ഹരിരുദ്രദേവ് അല്ലേ? അതെ, നിസ്സാരക്കാരനല്ല. മുംബൈ പോലീസിലെ എല്ലാവരും ഭയപ്പെടുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റാണ്. അതുമാത്രമല്ല അമ്മേ, ഇപ്പോൾ ആ പെൺകുട്ടികളുടെ, നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കേസിൻ്റെ അന്വേഷണവും ഈ പറയുന്ന ഹരിരുദ്രദേവിനാണ്. ഇന്ന് വരെ അന്വേഷിച്ചേക്കുന്ന കേസുകളൊന്നും അയാൾ ഇതുവരെയും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. അത്രയും വലിയ ആളാണോ? അതേ അമ്മേ, നിസ്സാരമാക്കി കാണല്ലേ. പിന്നെ മാഡം, ഇപ്പോൾ മറ്റൊരു കേസ് കൂടിയുണ്ട്. എന്താ? അത് പറഞ്ഞത് റോഷനായിരുന്നു. അത് പിന്നെ എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ആങ്ങളെയൊക്കെ കൂടി കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വൈഫിൻ്റെ ആങ്ങള വിവാഹം കഴിച്ചിരിക്കുന്നത് പോലീസ് ഓഫീസറുടെ മകളെയാണ്. അദ്ദേഹമാണ് ഇതിന് പിന്നിൽ എന്ന് എനിക്ക് തോന്നുന്നു. ആ കേസും ഹരിരുദ്രദേവിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എങ്ങനെ? എൻ്റെ വൈഫിൻ്റെ ഫാമിലിയും പിന്നെ ഈ ഹരിരുദ്രദേവിൻ്റെ വൈഫിൻ്റെ ഫാമിലിയും തമ്മിൽ അടുത്ത കൂട്ടാണ്. അങ്ങനെയാവാനാണ് സാധ്യത. ഓ, അപ്പോൾ റോഷൻ എന്ന് പറയുന്ന നിന്റെ മിസ്സിംഗ് കേസും ഈ പറയുന്ന ഹരിരുദ്രദേവിലാണ്. കൊള്ളാലോ, നമ്മുടെ 3 കേസും വന്നിരിക്കുന്നത് നീ പറയുന്ന ആ മിടുക്കൻ പോലീസ് ഓഫീസറിലാണല്ലോ. എന്തായാലും നമുക്ക് നോക്കാം, ഈ 3 കേസിൽ ഒരെണ്ണമെങ്കിലും അവന് തെളിയിക്കാൻ പറ്റുമോ എന്ന്. മിത്ര അയ്യർ ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ടതും അത് കേട്ട ഋതിക്കിനും റോഷൻ്റെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അമ്മേ, ഇനി ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരരുത്. കാരണം എന്തൊക്കെയോ സംശയങ്ങൾ സെക്യൂരിറ്റിക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അവർ ചോദിച്ചു കഴിഞ്ഞു. ഇല്ല, നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ടല്ലോ. പിന്നെ നിൻ്റെ അച്ഛൻ, അയാളെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീ? അമ്മേ, അച്ഛനല്ലേ?
അതിന് അമ്മേ, അത് പിന്നെ അച്ഛന് മീനാക്ഷിയെ കാണുന്ന പറയുന്നത്. ദേ ഋതിക്, ഇക്കാര്യത്തിൽ മാത്രം ഞാൻ നിന്നോട് യോജിക്കില്ല കേട്ടോ. മിത്ര അയ്യർ ദേഷ്യപ്പെട്ടു. നിനക്കറിയില്ല ഋതിക്, ഇത്രയും നാളും അയാളുടെ ഒപ്പം ജീവിച്ചത് എങ്ങനെയാണെന്ന്. എൻ്റെ സന്തോഷങ്ങളെല്ലാം ഇത്രയും വർഷം ഞാൻ ബലി കഴിപ്പിച്ചു. ഇനിയും എനിക്ക് പറ്റില്ല അയാളുടെ ഒപ്പം. നിനക്കറിയാലോ എൻ്റെ ഇഷ്ടം. ഞാൻ ആരുടെ ഒപ്പമാണ് ജീവിക്കാൻ ആഗ്രഹിച്ചതെന്നാൽ നിനക്ക് നന്നായിട്ട് അറിയാലോ മോനെ. ഇനിയെങ്കിലും അമ്മ ജീവിക്കട്ടെടാ അയാളുടെ ഒപ്പം, പ്ലീസ്. അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് മോനെ. അമ്മ നിന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാലോ. അമ്മയുടെ ആഗ്രഹമാണ് മോനെ. എനിക്ക് വേണോടാ. എനിക്ക് കുറച്ച് നാളെങ്കിലും എനിക്ക് അയാളുടെ ഒപ്പം ജീവിക്കണം. അത്രയ്ക്ക് ആഗ്രഹിച്ചതാ മോനെ. എൻ്റെ ആഗ്രഹങ്ങളെ തട്ടിയെടുത്തതല്ലേ അവള്. ആ പവിത്ര, ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് അവൾക്കറിയാം. എന്നിട്ടല്ലേ അവൾ എൻ്റെ പ്രണയത്തെ തട്ടിയെടുത്തത്. എന്നിട്ട് അവൾക്ക് ജീവിക്കാൻ സാധിച്ചോ? ഇല്ല, സാധിക്കില്ല. അവൾക്കെന്നല്ല, എൻ്റെ പ്രണയത്തിൻ്റെ ഒപ്പം ജീവിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ജീവിക്കുന്നില്ലേ സാവിത്രി? അവളൊരിക്കൽ വിജയകുമാറിനെ പറ്റിച്ചതാ. എങ്ങനെയെന്നല്ലേ? അയാളെ സ്വന്തമാക്കാൻ പല വഴിയും അവൾ ശ്രമിച്ചു. അത് പവിത്ര വിജയകുമാറിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷമാണ് കേട്ടോ. അതിനുശേഷം ശ്രമിച്ചിരുന്നു ഒരുപാട് തവണ. പക്ഷേ വിജയകുമാറിന് അന്നും ഇന്നും എപ്പോഴും പവിത്രയായിരുന്നു അയാളുടെ ഭാര്യ. അവളിൽ എന്ത് മായാജാലമാണ് അവൻ കണ്ടിരിക്കുന്നത്? എന്ത് പ്രത്യേകതയാണ് അയാൾ കണ്ടിരിക്കുന്നത് എന്നെനിക്കറിയില്ല. ഒരിക്കൽ സാവിത്രി എന്നെ പറ്റിച്ചു. അതിൻ്റെ ശിക്ഷയാണ് അവൾ മീനാക്ഷി ഉണ്ടായത്. പക്ഷേ അതൊരു കണക്കിന് എനിക്ക് ഉപകാരപ്പെട്ടില്ലേ? അതുകൊണ്ടല്ലേ എൻ്റെ മോനിപ്പോൾ മന്ത്രി വിജയകുമാറിൻ്റെ മകനായിട്ട് ലോകമറിയപ്പെടുന്നത്. പക്ഷേ പിന്നീട് സാവിത്രി ആ തെറ്റ് ചെയ്തിട്ടില്ല. ആ തെറ്റ് ചെയ്യാൻ സാവിത്രിയെ ഞാൻ അനുവദിച്ചിട്ടില്ല. അതെല്ലാം പറയുമ്പോൾ മിത്ര അയ്യരിൽ ഒരു ക്രൂരഭാവമായിരുന്നു എന്ന് ഹരി ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മളിനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നടന്നതൊക്കെ നടന്നു. അമ്മേ, ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്നറിയോ അമ്മയ്ക്ക്? മീനാക്ഷിക്ക് കൂട്ടിയിരിക്കുന്നത് ആരാണെന്നറിയോ? ഈ ഹരിരുദ്രദേവിൻ്റെ ടീമിലെ ഒരു പോലീസ് ഓഫീസറാണ്, മിസ്റ്റർ പ്രണവ്. അയാൾക്ക് എന്തോ മീനാക്ഷിയായിട്ട് ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. മീനാക്ഷിക്ക് എന്തോ അമ്മയിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അമ്മയിൽ മാത്രമല്ല, അച്ഛനിലും. ആ സംശയം പങ്കുവയ്ക്കാനായിട്ട് അവൾ ഈ പറയുന്ന പ്രണവിനെ കാണാൻ വന്നപ്പോഴാണ് എൻ്റെ ആളുകൾ അവളെ വണ്ടിയിടിപ്പിച്ചത്. പക്ഷേ ചെറിയ പരിക്കുകളോടെ അവൾ രക്ഷപ്പെട്ടു. അതുമാത്രമല്ല, അത് ഇപ്പോൾ അവർക്ക് കൂടുതൽ വളമായിരിക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് കൂട്ടിയിരിക്കുന്നത് ഈ പറയുന്ന പ്രണവാണ്. അതിനിടയിൽ അവളുടെ സംശയങ്ങളെല്ലാം പ്രണവിനോട് പറഞ്ഞിട്ടുണ്ടാവും. പ്രണവിലൂടെ അത് ഹരിരുദ്രദേവിലേക്കും എത്തിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സംശയമെങ്കിലും അമ്മയിലേക്ക് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് പറയുന്നത്, എത്രയും പെട്ടെന്ന് അമ്മയുടെ പരീക്ഷണം പൂർത്തിയാക്ക്. അത് വിജയിപ്പിച്ചതിന് ശേഷം നമുക്ക് വേഗം അമ്മ പുറം ലോകത്തേക്ക് വന്നേ പറ്റൂ. അമ്മയുടെ മിസ്സിങ് ഇല്ലാതായാൽ തന്നെ പകുതി നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ആ പെൺപിള്ളേരുടെ കേസല്ലേ, അതിൽ നിന്നും നമുക്ക് ഈസിയായിട്ട് ഊരിപ്പോരാൻ സാധിക്കും. പിന്നെയുള്ളത് ഇവൻ്റെ മിസ്സിങ് കേസും. ഇവനും പുറം ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി ഇത്രയും നാളും ചികിത്സയിലായിരുന്നു എന്നും ആരെയും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവനെയും പുറം ലോകത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ വന്ന കേസുകളെല്ലാം തീരും. എത്രയും പെട്ടെന്ന് ഞാനതിന് ഒരു പോംവഴി കണ്ടെത്താം. പക്ഷേ അതിനു മുമ്പ് സാവിത്രിയെയും പിന്നെ നിന്റെ അച്ഛനെയും ഈ ലോകത്തു നിന്ന് തന്നെ ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ എനിക്ക് വിജയകുമാർ എന്ന എൻ്റെ പ്രണയത്തെ തിരിച്ചു കിട്ടൂ. അമ്മേ, അതെങ്ങനെ സാധിക്കും? സാധിച്ചേ പറ്റൂ മോനെ. അല്ലെങ്കിൽ നിന്റെ അമ്മ സാധിപ്പിക്കും. അതിനല്ലേ വിജയകുമാറിൻ്റെ അമ്മ എൻ്റെ കൂടെയുള്ളത്. മിത്ര അയ്യർ പറഞ്ഞതും അത് ശരിവെക്കും പോലെ ഋതിക് റോഷനെ നോക്കി. എന്തായാലും സമയം ഒരുപാടായി, നിങ്ങൾ പോയി കിടന്നോ. എനിക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. പിന്നെ നാളെ എൻ്റെ 2 സ്റ്റുഡൻസ് വരുന്നുണ്ട്. അവർ വന്ന് അവരും കൂടി ഇനി മുതൽ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകും. പിന്നെ റോഷൻ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അന്വേഷിച്ചോ? ഉവ്വ മേഡം, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 പേരെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും തന്നെയാണ് മേഡം പറഞ്ഞതുപോലെ. 2 പേർക്കും ലിവർ സിറോസിസ് വന്നിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ കരൾ മാറ്റിവെക്കൽ എന്നതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ അവരെ തന്നെയാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ എങ്ങനെയാണ് അവരെ എവിടെ എത്തിക്കാൻ പറ്റുമോ?
അതിനുവേണ്ടി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ അതിൻ്റെ എല്ലാ എക്യുപ്മെൻസുകളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ സങ്കീർണവും ദീർഘമായതുമാണ് ഈ ഒരു ശസ്ത്രക്രിയ എന്നറിയാലോ. 4 മുതൽ 18 മണിക്കൂർ വരെ നീണ്ടു നിന്നേക്കാം 2 പേരുടെ ആണെങ്കിൽ. അപ്പോൾ അതിവിദഗ്ധമായ സർജന്മാരും സാങ്കേതിക സൗകര്യങ്ങളും ഇതിന് അനിവാര്യമാണ്. ഇവിടെ പക്ഷേ ഞാനും എൻ്റെ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നെ ഈ രോഗികളുടെ ബന്ധുക്കൾ അവർ എന്തെങ്കിലും പറഞ്ഞ് കേസ് കൊടുക്കുമോ? ഇല്ല മേഡം, ഇവർക്കങ്ങനെ ബന്ധുക്കൾ എന്ന് പറയാൻ ആരും ഇല്ലെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെ എടുത്തത്. അപ്പോൾ അപകട സാധ്യത ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് അല്ലേ? അതെ മേഡം. ശരി, അത് തന്നെയാണ് ഏറ്റവും നല്ലതും. നാളെ ശസ്ത്രക്രിയ എന്തായാലും രാത്രിയോടടുത്ത് തീരൂ. അതിനുശേഷം 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വ്യക്തമായി അറിയാൻ പറ്റും. ഇത് വിജയിച്ചാൽ, എൻ്റെ ഈ പരീക്ഷണം വിജയിച്ചാൽ മിത്ര അയ്യർ 2 ദിവസത്തിനുള്ളിൽ തന്നെ പുറം ലോകത്തേക്ക് വരും. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ സുവർണ കാലഘട്ടമായിരിക്കും. അല്ലേ മോനെ? മിത്ര അയ്യർ ഋതിക്കിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അതെ അമ്മേ, പക്ഷേ അതിനു മുമ്പ് ആ കേസിൽ നിന്നും തലയുയരണ്ടേ? വേണം. ആ 3 പെൺകുട്ടികളെയും എൻ്റെ പരീക്ഷണത്തിന് വിധേയരാക്കിയതാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ. അറിയരുത്. അതിനുവേണ്ടി ലക്ഷങ്ങളാണ് നമ്മൾ വാരി വീശിയത്. അറിയാലോ ഋതിക്? അറിയാമേ. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഒരു റേപ്പ് കേസാക്കി മാറ്റിയതും. ഋതിക് പറയുന്നത് കേട്ടതും ഹരി ഒന്ന് ഞെട്ടി. അപ്പോൾ ഇനി നിങ്ങൾ പോയിക്കോ, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാനുണ്ട്. നാളത്തെ ശസ്ത്രക്രിയയിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് മിത്ര അയ്യർ വീണ്ടും സിസ്റ്റത്തിൻ്റെ മുന്നിലിരുന്നു. ഋതിക്കും റോഷനും അവിടെ നിന്നും പുറത്തേക്ക് പോയി. വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദം കേട്ടതും സൂര്യനും നവീനും ഒന്നുകൂടി ബാൽക്കണിയിലേക്ക് നീങ്ങി നിന്ന് ഡോർ അടച്ചു. അവർ ഹരിയെ നോക്കി. ഹരി അപ്പോഴേക്കും അവിടെ നിന്നും ബാൽക്കണിയിലേക്ക് കടന്നിരുന്നു. എങ്ങനെ പുറത്തേക്ക് പോകും? അവന്മാർ പുറത്തുണ്ട്, സൂര്യൻ പറഞ്ഞു. അപ്പോഴാണ് നവീൻ ഒന്ന് ശ്രദ്ധിച്ചത്. ഹരി, സൂര്യ, ദേ ഇതിലെ ഇറങ്ങാം, അവൻ പറഞ്ഞു. വാ എന്ന് പറഞ്ഞ് ഹരി വേഗം അതിലെ നടന്നു. ബാൽക്കണിയിൽ നിന്നും നേരെ താഴ്ത്ത നിലയിലെ ഷെയ്ഡിലേക്ക് അവർ ഇറങ്ങി. അവിടെ നിന്നും മതിലിലേക്കും ചാടി. സൂര്യനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അവനും നന്നായി തന്നെ ഇറങ്ങി. താഴെ എത്തിയതും, അല്ല ഹരി, കിച്ചൺ ഡോർ അടയ്ക്കണ്ടേ? അല്ലെങ്കിൽ അത് വിലാസിനി ചേച്ചിക്ക് പ്രശ്നമാവില്ലേ? വേഗം വാ എന്ന് പറഞ്ഞ് സൂര്യനും ഹരിയും നവീനും കൂടി കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെന്നു. താക്കോൽ വെച്ച് കിച്ചൻ്റെ ഡോറ് അടച്ചു. എന്നിട്ട് വിലാസിനി ചേച്ചി വെച്ചെടുത്ത് തന്നെ താക്കോൽ വെച്ചുകൊണ്ട് അവർ പുറകുവശത്ത് കൂടി എങ്ങനെയാണോ അങ്ങോട്ട് വന്നത് അതിലെ തന്നെ അവർ പുറത്തേക്ക് കടന്നു. വില്ലയുടെ റോഡിലേക്ക് കടന്നപ്പോഴാണ് 3 പേർക്കും ശ്വാസം നേരെ വീണത്. ഹരി മിണ്ടാതെ നടക്കുന്നത് കണ്ടതും നവീനും സൂര്യനും പരസ്പരം നോക്കി. എന്താടാ, എന്താ പറ്റിയേ? ഇവൻ്റെ കിളി പോയോ? സൂര്യൻ ഹരിയെ നോക്കി ചോദിച്ചു. ഹരി 2 പേരെയും നോക്കി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും ഞാൻ കേസ് അന്വേഷിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ അന്വേഷിക്കുന്ന എല്ലാ കേസിൻ്റെയും എല്ലാ തെളിവുകളും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ്. ഹരി പറഞ്ഞതും സൂര്യനും നവീനും ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി. നിനക്ക് എന്താ പറ്റിയേ? അവിടെ നിന്നപ്പോൾ തലയെങ്ങാനും കൂടെങ്കിലും ഇടിച്ചോ? സൂര്യൻ ചോദിച്ചു. ഒന്ന് പോടാ അവിടെ നിന്ന്. വാ, ഞാൻ പറയാം. നമുക്കാദ്യം വേഗം വില്ലയിലെത്തണം എന്ന് പറഞ്ഞ് ഹരിയും സൂര്യനും നവീനും വേഗം നടന്നു. അവർ വില്ലയിലെത്തിയതും അവർ പോയപ്പോൾ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ പൊന്നുവും മയൂരിയും ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കിടന്നില്ലേ? അകത്തേക്ക് കയറി ചെന്നതും ഹരി ചോദിച്ചു. പിന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ നല്ല കാര്യത്തിന് പോയിരിക്കല്ലേ, അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, പൊന്നു പറഞ്ഞു. കളിയാക്കാതെടി പെണ്ണേ, ഞാൻ പോയത് നല്ല കാര്യത്തിന് തന്നെയാണ്. നീ ആദ്യം പോയിട്ട് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് വാ. ഹരി പറഞ്ഞതും പൊന്നു എല്ലാവരെയും നോക്കി വേഗം കിച്ചണിലേക്ക് നടന്നു. എടാ, കുറേ നേരമായി നീ ഞങ്ങളെ പൊട്ടം കളിപ്പിക്കുന്നത്, കാര്യം പറയടാ. മതലും ചാടി മനുഷ്യൻ്റെ കയ്യും മുട്ടി. എവിടെ, എന്തു പറ്റി? മയൂരി ചോദിച്ചു. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെയെങ്കിലും ആ സെന്റിമെന്റ്സിൽ പിടിച്ചെങ്കിലും അവനിൽ നിന്ന് സത്യങ്ങൾ വേഗം അറിയാൻ വേണ്ടി, സൂര്യൻ പറഞ്ഞതും മയൂരി അവനെ നോക്കി മുഖം വെട്ടിച്ചു. അപ്പോഴേക്കും പൊന്നു വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. വെള്ളം കുടിക്കുന്നത് കണ്ടതും മതി, ഇനി നീ പറ, എന്താ ഉണ്ടായേ? ഒന്നും കേൾക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്, സൂര്യൻ പറഞ്ഞു. പിന്നീട് ഹരി അവിടെ നടന്ന കാര്യങ്ങളും അവൻ കേട്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു. എല്ലാവരും ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുന്നത് കണ്ടതും ഹരി എല്ലാവരെയും നോക്കി. ഇതെന്താ, നിങ്ങൾക്കെല്ലാം ഷോക്ക് അടിച്ചോ? ഷോക്കോ? ഇതിനെ ഷോക്ക് എന്നൊന്നുമല്ല പറയേണ്ടത്. എന്താണ് ഇതൊക്കെ കേൾക്കുന്നത്? ഇതെന്താ സംഭവം? ആ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ കേസൊന്നും അല്ല. നിസ്സാരമായ ഒരു പെണ്ണ് നടത്തിയ അവളുടെ പകയും പ്രതികാരവുമാണ്. നമ്മളെന്തൊക്കെയാ വിചാരിച്ചത്?
വേറെ രാജ്യക്കാർ വന്ന് മിത്ര അയ്യരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. ഇന്ത്യ എന്ന നാടിന് തന്നെ അത് അപമാനം. നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രശസ്തനായ ഡോക്ടറെയാണ് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു വാർത്തകൾ. ഇത് കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ ചിരിയാ വരുന്നത്. നവീൻ പറഞ്ഞു. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ നാളെ അവർ അവിടെ ഒരു ശസ്ത്രക്രിയ നടത്തുന്നുണ്ട്. നമുക്ക് ഉറങ്ങാൻ സമയമില്ല. നവീൻ, വിളിക്ക് നികേഷിനെ. എത്രയും പെട്ടെന്ന് എനിക്ക് ആ പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ സർജനെ കാണണം, ഇപ്പോൾ തന്നെ. ഹരി പറഞ്ഞതും നവീൻ വേഗം തന്നെ ഫോൺ എടുത്ത് നികേഷിനെ വിളിച്ചു. നികേഷ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞെങ്കിലും വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ഹരിയും നവീനും സൂര്യനും കൂടി എഴുന്നേറ്റു. ഏയ്, നിങ്ങളിതെവിടെ പോകുന്നു? മയൂരി ചോദിച്ചു. ഞാനുണ്ട്. ഇപ്പോൾ ഈ കേസ് എനിക്കൊരു ഹരമായിരിക്കുകയാണ്. എനിക്ക് കാണണം ഈ മിത്ര അയ്യരെയും അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് മകനെയും. എൻ്റെ സൂര്യ ഡ്യൂപ്ലിക്കേറ്റ് മകനല്ല, ഒറിജിനൽ മകൻ. ആ, അത് തന്നെ. പിന്നെ ഇപ്പോൾ ഈ കേസ് എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുകയാണ്. ഞാൻ പോവാണ് ഇവരുടെ കൂടെ, സൂര്യൻ പറഞ്ഞു. ആ, ശരി ശരി, ചെല്ല്. ഇനി ആരുടെയും മതിലും വേലിയൊന്നും ചാടുന്നില്ലല്ലോ. സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാലോ? പൊന്നു ചോദിച്ചു. ഓ, ഉറങ്ങിക്കോ. ഞങ്ങളുടെ ഉറക്കമൊക്കെ പോയി. ഇനി ഞാൻ ഉറങ്ങുന്നുണ്ട്, ഈ കേസ് ഒന്ന് തെളിയിച്ചിട്ട്. ഹരി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. സൂര്യൻ്റെ കാറാണ് അവർ എടുത്തത്. അവർ പോകുന്നത് നോക്കി ഒരു പുഞ്ചിരിയോടെ പൊന്നും മയൂരിയും നിന്നു. എന്നാലും എന്തൊക്കെയായിരുന്നല്ലേ, കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, പൊന്നു പറഞ്ഞു. ശരിക്കും എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി വാതിലടച്ചു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ സ്റ്റോറിയെക്കുറിച്ച് കമൻറ്റിലൂടെ ചോദിച്ചോളൂ കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക. ഈ കഥ കേട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ലവ് യു ഓൾ.